വെൽക്കം ടു ഇതിഹാസ അക്കാഡമി. ഇതിഹാസ അക്കാഡമിയുടെ പുതിയൊരു ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന HSST സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില ടോപ്പിക്സുകളെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ആർ ബ്രൂസ് ഫോർഡ്, ജെ ബാബിങ്ടൺ, മോർട്ടിമർ വീലർ, എ അയ്യപ്പൻ. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നറിയപ്പെടുന്നത് ജെ ബാബിങ്ടൺ ആണ്. ജെ ബാബിങ്ടൺ. Who excavated and discovered megalithic burials in the Malabar region in 1823? ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ജെ ബാബിങ്ടൺ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലാകും എന്ന് കരുതുന്നു. സോ അടുത്ത നെക്സ്റ്റ് വരുന്നത് പെരുംചെല്ലൂർ. പെരുംചെല്ലൂർ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ഇൻ കേരള ഈസ് ഐഡന്റിഫൈഡ് വിത്ത്. അപ്പോൾ പെരുംചെല്ലൂർ എന്നറിയപ്പെടുന്ന പെരുംചെല്ലൂർ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ്. അപ്പൊ നിങ്ങൾക്കറിയാം ബ്രാഹ്മിൻ സെറ്റിൽമെന്റിനെ ഓൾറെഡി നിങ്ങളൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളതായിരിക്കും. എത്ര ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകളാണ് ഉള്ളത് കുട്ടികളെ? 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകൾ ഉണ്ട് കേരളത്തില്. പ്രധാനമായിട്ടും 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകളാണ് ഉള്ളത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അതില് വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള ഒരു ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ആയിരുന്നു എന്തെന്നറിയപ്പെടുന്നത് കുട്ടികളെ? പെരുംചെല്ലൂർ എന്നറിയപ്പെടുന്നത്. എന്താണ്? പെരുംചെല്ലൂർ. സോ ഈ പെരുംചെല്ലൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. പെരുംചെല്ലൂർ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ഇൻ കേരള ഈസ് ഐഡന്റിഫൈഡ് വിത്ത് പയ്യന്നൂർ, തളിപ്പറമ്പ്, പെരുമ്പാവൂർ, മൂഴികുളം. ഇത് എവിടെയാണ്, ഏത് പ്ലേസിലായിട്ടാണ് പെരുംചെല്ലൂർ സ്ഥിതി ചെയ്യുന്നത്? ഈസ് ഐഡന്റിഫൈഡ് വിത്ത്. നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുത്തത് എവിടെ നിന്നുമായിരുന്നു? സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നറിയപ്പെടുന്ന ഓപ്ഷൻ ബി ആണ്, തളിപ്പറമ്പ്. ഇവിടാണ്, തളിപ്പറമ്പിൽ നിന്നാണ് നമ്മൾ പെരുംചെല്ലൂർ പെരുംചെല്ലൂർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റിൽ വൺ ഓഫ് ദം ഈസ് പെരുംചെല്ലൂർ. മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകളും എടുത്ത് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. വിവിധ വ്യക്തമായിട്ട് തന്നെ ചോദിക്കും. എല്ലാ എക്സാമിനേഷനും ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകൾ ചോദിക്കും. അതുപോലെ തന്നെ മെഗലത്തിക് ബറിയൽസ് വളരെ ഞാനതൊരു റെയർ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മെഗലത്തിക് ബറിയൽസും മെഗലത്തിക് സൈറ്റുകളും വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ വരുന്നത് ദ ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ റെക്കോർഡഡ് ഇൻ കൊല്ലം ഇറ. കൊല്ലം ഇറയെ കുറിച്ച് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ഏതാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ജൂയിഷ് കോപ്പർ പ്ലേറ്റ്, തെരേസാപ്പള്ളി കോപ്പർ പ്ലേറ്റ്, ദെൻ മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ, വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. അപ്പൊ ഏതായിരുന്നു കുട്ടികളെ? ദ ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ റെക്കോർഡഡ് ഇൻ ദ കൊല്ലം ഇറ. കൊല്ലം ഇറയെ കുറിച്ച് ആദ്യമായി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ എന്നറിയപ്പെടുന്നത് മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ആണ്, അല്ലെങ്കിൽ മാമ്പള്ളി ഇൻസ്ക്രിപ്ഷനെയാണ് മാമ്പള്ളി കോപ്പർ പ്ലേറ്റ് എന്നറിയപ്പെടുന്നത്. 974 AD 974 AD ഈ കോപ്പർ പ്ലേറ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ? ഈ കോപ്പർ പ്ലേറ്റ് രചിക്കപ്പെട്ടിട്ടുള്ളത്. സോ ഏത് കോപ്പർ പ്ലേറ്റിനെയാണ്? അപ്പോൾ ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ റെക്കോർഡ് ഇൻ ദ കൊല്ലം ഇറയെ കുറിച്ച് ആദ്യമായി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻ എന്നറിയപ്പെടുന്ന മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ആണ്. മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഈസ് ഇൻ 1974 AD ഇൻസ്ക്രൈബ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻസ്ക്രിപ്ഷൻ, ഞാൻ ഈ പറഞ്ഞ പോലെ 32 സെറ്റിൽമെന്റുകൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസുകൾ വരാം. ദെൻ വരുന്നത് ഇൻസ്ക്രിപ്ഷൻസുകളാണ്. ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസുകളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ എന്നറിയപ്പെടുന്ന. ആരുടെ കാലഘട്ടത്തിലാണ് കുട്ടികളെ? നമ്മളെ പെരുമാൾക്കന്മാരായിട്ടുള്ള രാമരാജശേഖരന്റെ കാലഘട്ടത്തിലാണ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഈ ഇൻസ്ക്രിപ്ഷൻ ഇൻസ്ക്രൈബ്ഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, തെരേസാപ്പള്ളി, അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻസുകളും നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആരുടെ കാലഘട്ടത്തിലാണ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷന് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻസ്ക്രൈബ്ഡ് ചെയ്തിരിക്കുന്നത് ചോദിക്കുമ്പോൾ രാമരാജശേഖര. ആരാണ്? രാമരാജശേഖര. ഓക്കെ, അതുപോലെ ഓരോ ഇൻസ്ക്രിപ്ഷനും വളരെ പ്രാധാന്യമാണ് കുട്ടികളെ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. Then, who among the following proposed the view that invading Aryans destroyed the Harappan site? നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, വിവിധ ക്ലാസ്സുകൾ നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് ഹാരപ്പൻ ഇൻസ്ക്രിപ്ഷൻ. സോ ഇൻസ്ക്രിപ്ഷൻ മീൻസ് ഹാരപ്പൻ സൈറ്റ്സുകൾ, അല്ലെ?
സോ അതുകൊണ്ട് തന്നെ ഹാരപ്പൻ സൈറ്റുകൾ ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പൊ അവിടെ ഈ സൈറ്റുകളെ കുറിച്ച് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഹു അമംഗ് ദ ഫോളോയിങ് പ്രപ്പോസർ ദ വ്യൂ ദാറ്റ്, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞാണ് ദാറ്റ് ഇൻവാഡിങ് ആര്യൻസ് ഡിസ്റ്റോർഡ് ദ ഹാരപ്പൻ സൈറ്റ്. അപ്പൊ ആര്യന്മാരുടെ ആക്രമണം കാരണമാണ് ഹാരപ്പൻ സൈറ്റുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, നാശത്തിനിടയായത്, അല്ലെങ്കിൽ ഇൻവാഡ് ചെയ്തിരുന്നത് കാരണമാണ് ഹാരപ്പൻ സിവിലൈസേഷനിലെ നാശത്തിലേക്ക് വഴിതെളിച്ച ഒന്നാമത്തെ വൺ ഓഫ് ദ റീസൺ. ഒരു നിരവധി there are a lot of reason about behind the decline of the distorted of the Harappan civilization. So one of them is invade of the Harappan, invade of the Aryans. അപ്പൊ ഇത്തരത്തിൽ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ് എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്. ജോൺ മാർഷൽ, ബി ലാല്, മോർട്ടിമാൽ വീലർ, കെ താപ്പർ. അപ്പൊ ആരായിരുന്നു കുട്ടികൾ? ഹു അമംഗ് ദ ഫോളോയിങ് പ്രപ്പോസ്ഡ് ദ വ്യൂ ദാറ്റ് ഇൻവേഡിംഗ് ആര്യൻസ് ഡിസ്റ്റോർഡ് ദ ഹാരപ്പൻ സൈറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ എന്നറിയപ്പെടുന്ന മോർട്ടിമർ വീലർ ആണ്. ഇതാണ് മോർട്ടിമർ വീലർ ആണ് ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഒരുപാട് സൈറ്റുകളുണ്ട് അല്ലെ. ഹാരപ്പ, കാലിബംഗാള്, മോഹൻജദാരോ, അതുപോലെ തന്നെ ചാൻഹുദാരോ, ഇത്തരത്തിലുള്ള നിരവധി സൈറ്റുകളുണ്ട്. ഈ ഓരോ സൈറ്റുകളെയും ഡിസ്കവേർഡ് എടുത്തിട്ടുള്ള വ്യക്തികൾ ആരാണ്? മോഹൻജദാരോ, അതുപോലെ തന്നെ ഹാരപ്പ, മോഹൻജദാരോ, ഇത്തരത്തിലുള്ള ഓരോ സൈറ്റുകളും, ലോത്തല്, കാലിബംഗാള്, ഈ സൈറ്റുകൾ ഓരോ നാട്ടിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ട്. ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നതിൽ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുട്ടികളെ, ഇത്തരം ക്വസ്റ്റ്യൻസ്, അതായത് ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇനിയും ക്വസ്റ്റ്യൻസുകൾ വരാൻ ചാൻസ് ഉള്ള ഒരു മേഖല എന്ന വണ്ണമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് ഹ്യൂറിസ്റ്റിക്സ്. എന്താണ് ഹ്യൂറിസ്റ്റിക്? ഇംപ്ലൈസ്, അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഹ്യൂറിസ്റ്റിക് മീൻസ് ദാറ്റ് മീൻസ് ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത് പ്രോസസ് ഇൻ ഇന്റേണൽ ക്രിറ്റിസിസം ആണോ, ദ ടെക്നിക് ഓഫ് ഫൈൻഡിങ് സോഴ്സ് മെറ്റീരിയൽസ് ആണോ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫാക്ട് ആണോ, ടെക്നിക് ഓഫ് നോട്ട് മേക്കിംഗ് ആണോ? അപ്പൊ ഹ്യൂറിസ്റ്റിക് ദാറ്റ് മീൻസ്, ഹ്യൂറിസ്റ്റിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഹിസ്റ്ററിയിൽ നമ്മൾ ഒരുപാട് ഈ ഒരു പദം വളരെ വ്യക്തമായിട്ട് നമ്മൾ എപ്പോഴും ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ സമയത്തൊക്കെ തന്നെ നമ്മൾ കേൾക്കാൻ ചാൻസ് ഉള്ളതാണ് കുട്ടികളെ. സോ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസുകൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നറിയപ്പെടുന്നത് എന്താണ് കുട്ടികളെ? ദ ടെക്നിക് ഓഫ് ഫൈൻഡിങ് സോഴ്സ് മെറ്റീരിയൽ. എന്താണ്? ദ ടെക്നിക് ഓഫ് ഫൈൻഡിങ് സോഴ്സ് മെറ്റീരിയൽ ആണ് ദ ഹ്യൂറിസ്റ്റിക് ദാറ്റ് മീൻസ്. സോ ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെക്നിക്സ് ഓഫ് ഫൈൻഡിങ് സോഴ്സ് മെറ്റീരിയൽസ് കണ്ടെത്തുക, ഫൈൻഡിങ് ചെയ്തെടുക്കുക അല്ലെ. സോഴ്സ് ഓഫ് മെറ്റീരിയൽ ഇസ് കോൾഡ് ദി ഹ്യൂറിസ്റ്റിക്സ്. ആ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഫൈൻഡിങ് സോഴ്സ് മെറ്റീരിയൽ എന്നറിയപ്പെടുന്ന ആ ടെക്നിക്കിനെ വിളിക്കുന്ന, സ്പെസിഫിക് ടെക്നിക്കുകളെ വിളിക്കുന്ന പേരാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സൗത്ത് ഇന്ത്യൻ കിങ്ഡം വാസ് നോട്ട് മെൻഷൻഡ് ഇൻ അശോക ഇൻസ്ക്രിപ്ഷൻസ്? അപ്പൊ അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസുകൾ നിങ്ങൾക്കറിയാം, നിരവധി ഇൻസ്ക്രിപ്ഷൻസുകൾ ഉണ്ട്. ഈ ഇൻസ്ക്രിപ്ഷൻസിൽ മെൻഷൻ ചെയ്യാതിരുന്ന സൗത്ത് ഇന്ത്യൻ കിങ്ഡം ഏതാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, അശോക ഇൻസ്ക്രിപ്ഷനിൽ ഏറ്റവും കൂടുതൽ ഇൻസ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്ന സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് എന്നറിയപ്പെടുന്ന ചേര, ചോള, പാണ്ഡ്യാസ് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നറിയപ്പെടുന്ന ശതവാഹനന്മാരെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്ക്രിപ്ഷൻസുകളും എന്ത് ചെയ്തിട്ടില്ല? മെൻഷൻ ചെയ്തിട്ടില്ല. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സൗത്ത് ഇന്ത്യൻ കിങ്ഡം വാസ് നോട്ട് മെൻഷൻഡ് ഇൻ അശോക ഇൻസ്ക്രിപ്ഷൻസുകൾ. മനസ്സിലായിട്ടുണ്ടാകുന്നു തോന്നുന്നു. ദെൻ വരുന്നത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം, ഹിസ്റ്റോറിക്കൽ റിസർച്ച് പേപ്പർ എന്ന് അറിയപ്പെടുന്ന റിസർച്ച് തീസസ്, ഹൗ ക്യാൻ ബി, അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്ലാഗരിസം. വാട്ട് യു മീൻ ബൈ പ്ലാഗരിസം? പ്ലാഗരിസം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇൻവാലിഡ് ആർഗ്യുമെന്റ് ആണോ, ഹാസ്റ്റി ജനറലൈസേഷൻ ആണോ, പ്രാക്ടീസ് ഓഫ് കോപ്പിംഗ് സമോൺ എൽസ് വർക്ക് ഓഫ് ഐഡിയാസ്, നെഗറ്റീവ് റീസണിങ് ആണോ? കുട്ടികളെ, നിങ്ങൾ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. റിസർച്ച് തീസസ് ഒക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഹിസ്റ്ററിയിൽ ഏറ്റവും, അതായത് സെറ്റ് ഹിസ്റ്ററിക്ക് വരുന്ന പല കുട്ടികളെയും ഒത്തിരി പാടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, ടഫ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡ് അല്ലെ, ഇവിടെ പ്ലാഗരിസം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? ദ പ്രാക്ടീസ് ഓഫ് കോപ്പിയിങ് സമൺ എൽസ് വർക്ക് ഓഫ് ഐഡിയ. മറ്റുള്ള ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന ഒരു വർക്കിനെയോ ഐഡിയാസിനെയോ ഒക്കെ തന്നെ നമ്മൾ കോപ്പി ചെയ്യുന്ന ഒരു പ്രാക്ടീസിനെ വിളിക്കുന്ന പേരാണ് എന്താ പറയുന്നത്? പ്ലാഗരിസം എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകളാണ്. നിങ്ങൾ റിസർച്ച് മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാ ഭാഗങ്ങളും ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ ഹ്യൂറിസ്റ്റിക് എന്താണ്? ദ ടെക്നിക് ഓഫ് ഫൈൻഡിങ് സോഴ്സ് മെറ്റീരിയൽ. മനസ്സിലായത്? ദെൻ വരുന്നത് പ്ലാഗരിസം എന്ന് വെച്ചാൽ പ്രാക്ടീസ് ഓഫ് കോപ്പിയിങ് സമൺ എൽസ് വർക്ക് ഓഫ് ഐഡിയാസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ,
ഇനി ഞാൻ പറഞ്ഞല്ലോ നിരവധി തവണ ഒന്നും രണ്ടും പ്രാവശ്യം ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. ഹൂ എൻ ദ ഫോളോയിങ് വാസ് ഫസ്റ്റ് ഓൺ ടു ഡിസ്കവർ ദ സിറ്റി ഓഫ് ഹാരപ്പ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ആദ്യമായിട്ട് ആരാണ്, അതിന്റെ ഒരു ലീഡർഷിപ്പ് ആണ് കേട്ടോ. ഹൂ എൻ ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ഓൺ ടു ഡിസ്കവർ ദ സിറ്റി ഓഫ് ഹാരപ്പ. ആദ്യമായി കണ്ടെത്തിയിരിക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഹാരപ്പ ആദ്യമായി കണ്ടെത്തിയിരിക്കുന്ന വ്യക്തി. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഈ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഹൂ എൻ ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് വൺ ടു ഡിസ്കവർ ദ സിറ്റി ഓഫ് ഹാരപ്പ. ഹാരപ്പ ആദ്യമായി കണ്ടെത്തിയതാണ് 1921 1921 ഹാരപ്പ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം എവിടാണ്, കണ്ടെത്തിയിരിക്കുന്ന വ്യക്തി എന്നറിയപ്പെടുന്നത് ദയാറാം സാഹ്നിയാണ്. മനസ്സിലായി. ഹൂ എൻ ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് വൺ ടു ഡിസ്കവർ ദ സിറ്റി ഓഫ് ഹാരപ്പ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരു കാര്യം, ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി അല്ലെ, ആദ്യമായിട്ട് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഗിവൺ ടു ദി, അല്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം 1921 ജോൺ മാർഷലിന്റെ നേതൃത്വത്തിൽ നടന്ന പുരാവസ്തു ഗവേഷണ വകുപ്പാണ്, അല്ലെങ്കിൽ എക്സ്കവേഷന്റെ ഫലമായിട്ടാണ് ആ ലീഡർഷിപ്പ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഹാരപ്പ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്താണ് എന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരുടെ, ലീഡർഷിപ്പ് ഈസ് ഗിവൺ ബൈ ജോൺ മാർഷൽ ഈസ് ഓൾസോ ഇൻ 1921. മനസ്സിലാക്കണം കേട്ടോ. അതും 1921 പക്ഷെ നമ്മൾ ഇവിടുത്തെ ചോദിക്കും ഹൂ എൻ ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ഓൺ ടു ഡിസ്കവർ ദ സിറ്റി ഓഫ് ഹാരപ്പ. സിറ്റി ആദ്യമായിട്ട് കണ്ടെത്തിയത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതും ഈ 1921 തന്നെയാണ്. ഹാരപ്പ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്, ദയാറാം സാഹ്നിയാണ്. ദെൻ വരുന്ന 1922 മോഹൻജദാരോ ഡിസ്കവേർഡ് ബൈ എക്സ്കവേറ്റഡ് ബൈ RD ബാനർജി. ഇനി 1922 മോഹൻജദാരോ കണ്ടെത്തിയത് ആരാണ് കുട്ടികളെ, RD ബാനർജി ആണ്. 1922 ഈ ലീഡർഷിപ്പ് ഗിവൻ ബൈ ജോൺ മാർഷൽ ആണ്. അതും സെയിം ഇയർ തന്നെ 1921 തന്നിലാണ്, ജോൺ മാർഷൽ ആണ്. സോ അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് കുട്ടികളെ, ഫസ്റ്റ് ഓൺ ടു ഡിസ്കവർ ദ സിറ്റി ഓഫ് ഹാരപ്പ ആദ്യമായിട്ട് കണ്ടെത്തിയത് ദയാറാം സാഹ്നിയാണ് കേട്ടോ. ലീഡർഷിപ്പ് കൊടുത്തത് ആരാണ് ഇൻഡസ് വാലി സിവിലൈസേഷന്, ലീഡർഷിപ്പ് കൊടുത്തത് ആര് എന്ന് ചോദിക്കുമ്പോഴാണ് ആ ഒരു ആൻസർ നമ്മൾ പറഞ്ഞിരിക്കേണ്ട കാര്യം ആരാണ്, നമ്മുടെ ജോൺ മാർഷൽ ആണ്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഓക്കെ, ദെൻ വരുന്നത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനികളെ കുറിച്ച് അറിയാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, അതുപോലെ തന്നെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെ പ്രാധാന്യമാണ്. ഇതിൽ നിരവധി തവണ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ ദ ഇയർ, ഏത് വർഷമാണ് കുട്ടികളെ, 1664 അല്ലെ, 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1764 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ ദ ഇയർ ഇൻ 1664. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ദെൻ വരുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിക്കേണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വിവിധ തരത്തിൽ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വൈസ്രോയിസും ഗവർണർ ജനറൽസിനും ഒക്കെ തന്നെ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടിട്ടുള്ള ഒരു ഭാഗം എന്നറിയപ്പെടുന്നത് ഹൂ ഗോട്ട് ദ ടൈറ്റിൽ വാതാപി കൊണ്ട. അറിയാലോ കുട്ടികളെ, ഇത് സൗത്ത് ഇന്ത്യൻ കിങ്ഡത്തിൽ നമ്മൾ ഒരുപാട് കിങ്ഡം പഠിക്കണം നിങ്ങൾ. പാണ്ഡ്യ, ചേര, ചോള, പാണ്ഡ്യ, പല്ലവാസ്, ചാലൂക്യാസ്, ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഹോയ്സില കിങ്ഡംസ്, ഇതൊക്കെ തന്നെ നമ്മൾ പഠിച്ചു. ആർക്കിടെക്ചർ ഫീൽഡിൽ നമ്മൾ ഈ ഒരു കാര്യം എസ്പെഷ്യലി ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സും അവരുടെ ആർക്കിടെക്ചറും ഒക്കെ തന്നെ എടുത്ത് പഠിച്ചോണം. ഹൂ ഗോട്ട് ദ ടൈറ്റിൽ വാതാപികൊണ്ട. വാതാപികൊണ്ട എന്നറിയപ്പെടുന്ന ടൈറ്റിൽ ആർക്കാണ്, വാതാപികൊണ്ട എന്നറിയപ്പെടുന്ന ടൈറ്റിൽ വഹിച്ചത് ആരാണ്, ഹൂ ഗോട്ട് ദ ടൈറ്റിൽ വാതാപികൊണ്ട. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. നരസിംഹവർമ്മ ഫസ്റ്റ്, അതുപോലെ തന്നെ കീർത്തിവർമ്മ ഫസ്റ്റ് ആണ് കേട്ടോ. പുലികേശി ഫസ്റ്റ്, പുലികേശി സെക്കൻഡ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നറിയപ്പെടുന്ന നരസിംഹവർമ്മ ഫസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നരസിംഹവർമ്മ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ് കുട്ടികളെ, ഈ നരസിംഹവർമ്മ ഫസ്റ്റ് ഏത് റൂളർ, ഹീസ് ബിലോങ്ഡ് ടു വിച്ച് ഡൈനാസ്റ്റി എന്നാണ് നമുക്ക് നോക്കേണ്ടിയിട്ടുള്ളത്. സോ നരസിംഹവർമ്മ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹീസ് എ പല്ലവ കിങ്. അദ്ദേഹം ഒരു പല്ലവ ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്നു. ദ പല്ലവ കിങ് നരസിംഹവർമ്മ ഫസ്റ്റ് ഹു ഗോട്ട് ദ ടൈറ്റിൽ വാതാപികൊണ്ട. ഹി കോൺക്വേർഡ് ദ വാതാപി വെൻ ഹി ഡിഫീറ്റഡ് ആൻഡ് കിൽഡ് ദ ചാലൂക്യ കിങ്. പുലികേശി സെക്കൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹം, വാതാപി എന്നറിയപ്പെടുന്ന പ്രദേശം പിടിച്ചെടുക്കി. ഡിഫീറ്റഡ് ആൻഡ് കിൽഡ് ചാലൂക്യ കിങ് പുലികേശി സെക്കൻഡ്. അപ്പൊ ചാലൂക്യ റൂളർ ആയിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് റൂളർ ഓഫ് ചാലൂക്യ ഡൈനാസ്റ്റി ഈസ് ടു പുലികേശി സെക്കൻഡ് ആൻഡ് ക്യാപ്ചേർഡ് ദ ചാലൂക്യൻ. എന്ന് മാത്രമല്ല ചാലൂക്യന്മാരുടെ ക്യാപിറ്റൽ
അവർ പിടിച്ചെടുക്കുകയും ബാദാമി അല്ലെ ബദാമി ആയിരുന്നു ചാലുക്യന്മാരുടെ ക്യാപിറ്റൽ. അപ്പൊ ബദാമി ഇൻ 642 AD ഏത് വർഷമാണ്? 642 AD ബദാമി ചാലുക്യന്മാരുടെ ക്യാപിറ്റൽ ആയിരുന്ന ബദാമി പിടിച്ചെടുക്കുകയും ചാലുക്യ ഭരണാധികാരിയായിരുന്ന പുലികേശി സെക്കൻഡിനെ പരാജയപ്പെടുത്തുകയും അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഹി അസ്യൂംഡ് ദ ടൈറ്റിൽ ഈസ് നോൺ ആസ് ദി വാതാപികൊണ്ട. അപ്പോൾ ഹു ഗോട്ട് ദ ടൈറ്റിൽ വാതാപികൊണ്ട? നരസിംഹവർമ്മ ഫസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. Then the historian he argued that history is a science no less no more. നിങ്ങൾക്ക് തന്നെ അറിയാം ഡെഫിനിഷൻ മായിട്ട് ബന്ധപ്പെട്ട് ഹിസ്റ്ററിയുടെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെടുത്തി നിരവധി തവണ ഒരുപാട് ഡെഫിനിഷൻസ് ചോദിക്കാം. അപ്പൊ അതിൽ വൺ ഓഫ് ദം ഈസ്, അതായത് ഇപ്പൊ ഈ പ്രീവിയസ്ലി നടന്നിട്ടുള്ള എക്സാമിനേഷൻ 2023 നടന്ന എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The historian who argued that history is science no less and no more. That E.H. Carr, ഓപ്ഷനിലേക്ക് നോക്കാം. E.H. Carr, J.B. Bury, Leopold von Ranke, Edward Gibbon. The correct answer is to J.B. Bury. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ മുന്നോട്ട് വെച്ചത് ആരാണ് കുട്ടികളെ? J.B. Bury. History is a science no less and no more. ഒരുപാട് ഡെഫിനിഷൻ നിങ്ങൾ വ്യക്തം, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻസുകളാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഗ്രേറ്റ് മാൻ തിയറി അല്ലെങ്കിൽ ഗ്രേറ്റ് മാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാർലെയാണ്. അതൊക്കെ തന്നെ നമ്മൾ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ഹിസ്റ്ററി ഈസ് നോ ലെസ് നോ മോർ. ഓക്കെ, ദെൻ ദ സൈറ്റേഷൻ ഓഫ് ദ ഡോക്യുമെന്റ്. നമ്മൾ ഡോക്യുമെന്റിന്റെ സൈറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് സൈറ്റേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക്. ഇൻ ദ സൈറ്റേഷൻ ഓഫ് ഡോക്യുമെന്റ് ഇബിഡ്, അതിൽ വൺ ഓഫ് ദം ഈസ് ഇബിഡ്. അപ്പൊ ഇബിഡ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ റിസർച്ച് മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ഒരു റിസർച്ച് ആസ് എ ഹിസ്റ്റോറിയൻ ഹൗ ക്യാൻ ഹി റൈറ്റ് എ റിസർച്ച് പേപ്പർ അദ്ദേഹം എഴുതുന്ന റിസർച്ച് തീസിസ് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സുകളാണ്. അതിൽ വൺ ഓഫ് ദം ഈസ് ദ സൈറ്റേഷൻ ഓഫ് ഡോക്യുമെന്റ് ഈസ് കാൾഡ് ഇബിഡ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് കുട്ടികളെ നമ്മൾ അവിടെ അർത്ഥമാക്കിയിരിക്കേണ്ടത്? ഇൻ ദ സെയിം പ്ലേസ് ദ വർക്ക് സൈറ്റഡ് ചെയ്തിരിക്കുന്നതാണോ, ആസ് ദ എബോവ് ആണോ, സെയിം ഇറ്റ് ഈസ് ആണോ കുട്ടികളെ? ഇൻ ദ സെയിം പ്ലേസിനെയാണ് നമ്മൾ ഇബിഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്? ഇൻ ദി സെയിം പ്ലേസ്. ഇൻ ദ സെയിം പ്ലേസ് മീൻസ് ഇവിടെ. ഇപ്പൊ റിസർച്ച് തീസിസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്നതുകൊണ്ട് അർത്ഥമാക്കും ഇൻ ദ സെയിം പ്ലേസ്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് വാസ് റിട്ടൺ. ഒരുപാട് പുസ്തകങ്ങളുമായിട്ട് ബുക്സുകളും ഓതേഴ്സും നിങ്ങൾ പഠിച്ചു വെക്കണം. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് വാസ് റിട്ടൺ ബൈ EMS രാജൻ ഗുരുക്കൾ, MGS നാരായണൻ, KN പണിക്കർ. ഇതിൽ MGS നാരായണനുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് പെരുമാൾസ് ഓഫ് മഹോദയപുരം ഒക്കെ തന്നെ റൈറ്റ് ചെയ്തിട്ടുള്ളത് MGS നാരായണനാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് MGS നാരായണനുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ കുട്ടികൾ? എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് വാസ് റിട്ടൺ ബൈ KN പണിക്കർ. KN പണിക്കരുടെ ഗ്രന്ഥത്തിന്റെ പേരാണ് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ അതിലേക്ക് നമുക്ക് കടക്കാം. കോഴഞ്ചേരി സ്പീച്ച് ഓഫ് C. കേശവൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഏത് ഈ താഴെ കാണിക്കുന്ന ഏത് സത്യാഗ്രഹവും അല്ലെങ്കിൽ ഏത് അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കോഴഞ്ചേരി സ്പീച്ച് C. കേശവൻ നടത്തിയിട്ടുള്ളത്? വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, നിവർത്തന അജിറ്റേഷൻ, സുചീന്ദ്രം സത്യാഗ്രഹ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ എല്ലാവർക്കും അറിയാം, നിവർത്തന അജിറ്റേഷനുമാണ്. അബ്സ്റ്റേഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന നിവർത്തന അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കോഴഞ്ചേരി സ്പീച്ച് C. കേശവൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ദ ഫൗണ്ടർ ഓഫ് ദ ന്യൂസ് പേപ്പർ കേരള പത്രിക. കേരള പത്രിക എന്നറിയപ്പെടുന്ന ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, കേളപ്പൻ, സുകുമാരൻ, മന്നത്ത് പത്മനാഭൻ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നറിയപ്പെടുന്നത് കുട്ടികളെ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് നമ്മുടെ കേരള പത്രിക രചിച്ചിട്ടുള്ളത്. അപ്പോൾ കോഴഞ്ചേരി സ്പീച്ച് ആരുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? നിവർത്തന അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തി C. കേശവൻ നടത്തിയതാണ്. ദ ഫൗണ്ടർ ഓഫ് ദ ന്യൂസ് പേപ്പർ കേരള പത്രിക ഈസ് ടു ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. മാഗ്ന കാർട്ട വാസ് സൈൻഡ് ബൈ ദ കിങ് ജോൺ അറ്റ്. മാഗ്ന കാർട്ട തയ്യാറാക്കിയത് സൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? കിങ് ജോൺ ആണ് അല്ലെ? ജോൺ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. രാജാവായിരുന്നു ജോൺ ആയിരുന്നു. കിങ് ജോൺ ആണ് മാഗ്ന കാർട്ട സൈൻ ചെയ്തത്. അത് എവിടെ വച്ചിട്ടായിരുന്നു മാഗ്ന കാർട്ടയിൽ കിങ് ജോൺ ഒപ്പുവെച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ കുട്ടികളെ. ലണ്ടൻ, കാംബ്രിഡ്ജ്, ഹാസ്റ്റിങ്സ് ആൻഡ് റണ്ണിമീഡ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എല്ലാവർക്കും അറിയാം. റണ്ണിമീഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് കിങ് ജോൺ ഈ സൈൻഡ് ദ മാഗ്ന കാർട്ട. ഓക്കെ, ഇത് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെറു വാസ് ഡിസ്കവേർഡ് ബൈ. നമുക്ക് ജോഗ്രഫിക്കൽ ഡിസ്കവേഴ്സ്, റിനൈസൻസ്, റിഫോർമേഷൻ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകളാണ്. റിനൈസൻസുമായിട്ട് നമ്മൾ പെട്രാർക്ക്, ഫാദർ ഓഫ് റിനൈസൻസ് പെട്രാർക്ക്, റിഫോർമേഷൻ മാർട്ടിൻ ലൂതർ ജർമ്മനിയിലാണ് ഉടലെടുത്തത്.
ഇതൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിട്ട് വേണം. മോർണിംഗ് സ്റ്റാർ ഓഫ് റിനൈസൻസ് എന്നറിയപ്പെടുന്നത് ഡാന്റെയാണ്. മോർണിംഗ് സ്റ്റാർ ഓഫ് റിനൈസൻസ് എന്നറിയപ്പെടുന്നത് ഡാന്റെയാണ്. ഫാദർ ഓഫ് റിനൈസൻസ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ്. ഈ കാര്യങ്ങൾ വ്യക്തത വേണം അല്ലെ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ എന്താ പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മേഖലകളാണ്. അപ്പൊ ഈ ഭാഗം പഠിച്ചു തന്നെ പോകണം നിങ്ങൾ. ഓക്കെ, ദെൻ പെറു വാസ് ഡിസ്കവേർഡ് ബൈ ഫ്രാൻസിസ് പിസാറോ, കെബ്രാൽ, കൊളംബസ്, ഡിയാജോ സെ. സോ നമുക്ക് ഇവിടുത്തെ ഡിയാജോ സേ ആണ് കേട്ടോ, ഡിയാജോ സേ. സോ അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ പെറു കണ്ടെത്തിയിട്ടുള്ളത് ആരാണെന്നുള്ളത്. പെറു വാസ് ഡിസ്കവേർഡ് ബൈ ഫ്രാൻസിസ്കോ പിസാറോയാണ്. ആരാണ്? ഫ്രാൻസിസ്കോ പിസാറോ. അപ്പൊ ഈ ഭാഗം ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെന്നും കൂടി ഞാൻ ഒന്ന് പറഞ്ഞു തന്നോട്ടെ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് റിനൈസൻസും റിഫോർമേഷൻ അറിയാലോ, റിനൈസൻസും റിഫോർമേഷനും നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ റിഫോർമേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയും അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ഡിസ്കവറീസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പുതിയ പുതിയ കണ്ടെത്തലുകൾ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു. തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം. സോ അങ്ങനെ ഒരു കണ്ടെത്തലുകളിൽ ഒന്നായിരുന്നു കുട്ടികളെ പെറുവിന്റെ കണ്ടെത്തൽ. പെറു കണ്ടെത്തിയത് അങ്ങനെ ഒരു നിരവധി കണ്ടെത്തലുകളുണ്ട്. അപ്പൊ കൊളംബസ്, അതുപോലെ തന്നെ പിന്നെ അമേരിക്ക, അങ്ങനെയൊക്കെയുള്ള നിരവധി പുതിയ പുതിയ എന്താ പറയുന്ന സീ വോയേജുകളിലൂടെയൊക്കെ തന്നെ പുതിയ സ്ഥലങ്ങളൊക്കെ തന്നെ ഡിസ്കവേർഡ് ചെയ്തെടുത്തു. അതിൽ അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവിടെയും ഒരു ഡിസ്കവറിയാണ് ഫ്രാൻസിസ്കോ പിസാറോ നടത്തിയിട്ടുള്ള പെറു. പെറു കണ്ടെത്തിയത് ആരാണ്? ഫ്രാൻസിസ്കോ പിസാറോയാണ് കേട്ടോ. കൊളംബസ് അടുത്ത നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറും കൂടെ ഞാൻ പറഞ്ഞു പോകാം. പെറു ഈസ് ഡിസ്കവേർഡ് ബൈ ഫ്രാൻസിസ്കോ പിസാറോ. ഞാൻ ഇങ്ങനെ ടോട്ടാലിറ്റി ആയിട്ട് പറഞ്ഞു തന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പൊ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. ഞാൻ റിഫോർമേഷനെ കുറിച്ചും റിനേസൻസിനെ കുറിച്ചും പറഞ്ഞു. ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഇൻ സ്കോട്ട്ലാൻഡ്. പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ നിരവധി ഭാഗങ്ങളിൽ ലോകരാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ ഉടലെടുക്കുകയുണ്ടായിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇതിൽ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ സ്കോട്ട്ലാൻഡ് വാസ് ലീഡ് ബൈ, അതിന് ആദ്യമായിട്ട് ലീഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? വില്യം സെല്ലാണ്. അടുത്ത നെക്സ്റ്റ് വരുന്ന പിന്നെ മാർട്ടിൻ ലൂതർ ആണ്, ജോർജ് വിഷാർട്ട് ആണ്, ജോൺ നോക്സ് ആണ്. ഓപ്ഷൻസുകളാണ് വായിച്ചൊന്നുകൂടി. പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഇൻ സ്കോട്ട്ലാൻഡ് വാസ് ലീഡ് ബൈ, സ്കോട്ട്ലാൻഡിലാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ സ്കോട്ട്ലാൻഡിൽ നയിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ വളരെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് പോകാൻ കഴിയുമെങ്കിലും ചെറിയൊരു കൺഫ്യൂഷൻ വരും. ജോർജ് വിഷാർട്ട് ആണോ ജോൺ നാക്സ് ആണോ എന്ന് തോന്നും. അപ്പോൾ ജോർജ് വിഷർട്ടും ഒരു പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ വാദി തന്നെയായിരുന്നു സ്കോട്ട്ലാൻഡിലെ. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ലീഡ് ചെയ്തിരിക്കുന്ന വ്യക്തി ആരാ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചിരുന്നത് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ സ്കോട്ട്ലാൻഡ് വാസ് ലീഡ് ബൈ ജോൺ നോക്സ് ആണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ജോൺ നോക്സ് ആണ്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ആ ഭാഗമൊക്കെ വ്യക്തമായിട്ട് വേണം പഠിച്ചിട്ട് പോകാൻ. ദെൻ വരുന്നത് അമരാവതി സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്ഡ് അണ്ടർ ദ പാറ്റേണേജ് ഓഫ് സുങ്കാസ്, ശതവാഹനാസ്, ചോളാസ് ആൻഡ് ഗുപ്താസ്. അപ്പോൾ അമരാവതി സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്തെടുത്തത് താഴെ തന്നിരിക്കുന്ന ഏത് ഡൈനാസ്റ്റികളുടെ കാലഘട്ടങ്ങളിൽ മോസ്റ്റ് ആയിട്ടൊരു എന്താണ് അവർ പ്രോത്സാഹനം, ഐ മീൻ പാട്രണേജ് കൊടുത്തത് ഏത് ഡൈനാസ്റ്റിയുടെ കീഴിലാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നറിയപ്പെടുന്നത് ശതവാഹനാസ്. ആരാണ്? ശതവാഹനാസ് ആണ്. അമരാവതി സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്ഡ് അണ്ടർ ദ പാറ്റേണേജ് ഓഫ് ശതവാഹനാസ് ആണ്. മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. സുങ്കാസ്, ശതവാഹനാസ്, ചോളാസ്, ഗുപ്താസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ശതവാഹനാസ് ആണ്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി കോട്ട് ലാംഗ്വേജ് ഓഫ് ദി മുഗൾസ്. മുഗളന്മാരുടെ കോട്ട് ലാംഗ്വേജ് ഏതായിരുന്നു കുട്ടികളെ? ഇത് എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആണ്. ഉറുദു അല്ല കേട്ടോ, പേർഷ്യൻ ആണ്. ഉറുദു ലാംഗ്വേജ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഉറുദുവിനും പ്രാധാന്യം കൊടുത്തു, ഹിന്ദിക്കും ഒക്കെ തന്നെ പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഏതായിരുന്നു കുട്ടികളെ? പേർഷ്യൻ ലാംഗ്വേജ് ആണ്, മറക്കാതിരിക്കുക. അതുപോലെ തന്നെ മുഗൾ എംപയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും നിരവധി ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ മുഗൾ എംപയറുമായിട്ട് ബന്ധപ്പെടുത്തി. ഇൻ 1539 the battle of Chausa was fought between Akbar and Hemu, Babar and Rana Sahib, Aurangzeb and Dara Shikoh, Humayun and Shirjah Suri. അപ്പോൾ ഇവിടുത്തെ നമുക്കറിയാം, നമ്മൾ ബാറ്റിൽ ഓഫ് എന്താണ്, ബാറ്റിൽ ഓഫ് തറൈൻ, ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, ബാറ്റിൽ ഓഫ് അല്ലെ, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് കണ്വ, ഇങ്ങനെ ഒരു നിരവധി വോറുകൾ ഡ്യൂറിംഗ് ദ ടൈം ഓഫ്, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ തറൈൻ യുദ്ധങ്ങൾ, ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ അല്ലെ, ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം പിടിച്ചെടുക്കുന്ന കാലഘട്ടമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള യുദ്ധങ്ങളാണ് ബാറ്റിൽ ഓഫ് നിങ്ങൾ ഞാൻ പറയുന്ന യുദ്ധങ്ങൾ എടുത്ത് പഠിക്കേണ്ടതാണ്, വോറുകൾ. തറൈൻ യുദ്ധങ്ങൾ പഠിക്കുക, ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് പഠിക്കുക, അതുപോലെ തന്നെ ഇടയ്ക്ക് പഠിക്കുന്നതാണ് ബാറ്റിൽ ഓഫ് കണ്വ യുദ്ധങ്ങൾ. അങ്ങനെ ഇപ്പൊ ഇങ്ങനെയുള്ള നിരവധി വോറുകൾ ഒക്കെ പഠിച്ചു വരുന്ന കൂട്ടത്തിൽ നമ്മൾ എടുത്തു പഠിക്കേണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ചൗസ വാർ ആണ് കേട്ടോ. ആരൊക്കെ തമ്മിലാണ് നടന്നെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്.
ഹുമയൂണും ഷെർഷാ സൂരിയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് എന്തെന്നറിയപ്പെടുന്നത് കുട്ടികളെ? ചൗസ വാർ എന്നറിയപ്പെടുന്നത്. ഹുമയൂൺ ഭരണാധികാരി ആയിരുന്ന സമയത്താണ് പിന്നെ ഷെർഷാ സൂരി മുഗൾ രാജ്യത്തിനെ എന്ത് ചെയ്യുന്നത്? ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. സോ ദ ബാറ്റിൽ ഓഫ് ചൗസ വാസ് നോട്ടബിൾ മിലിറ്ററി എൻഗേജ്മെന്റ് ബിറ്റ്വീൻ ദ മുഗൾ എംപറർ ഹുമയൂൺ ആൻഡ് അഫ്ഗാനിസ്ഥാൻ റൂളർ ആയിരുന്ന ഷെർഷാ സൂരി. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ ഭരണം പിടിച്ചെടുക്കുകയുമാണ് ഉണ്ടായത്. ആരുടെ ഭരണം? മുഗൾ എംപയറിന്റെ ഭരണം. ഇറ്റ് വാസ് fought in 26 June 1539 at Chausa, 10 miles south west of ബക്സാർ. ബക്സാറിൽ നിന്ന് 10 മൈൽ അകലെയുള്ള, അതായത് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ചൗസ സ്ഥിതി ചെയ്യുന്നത്. ബക്സാറിൽ നിന്നും ഏകദേശം 10 മൈൽ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ചൗസ എന്നറിയപ്പെടുന്ന പ്രദേശം എന്നറിയപ്പെടുന്ന ഒരു സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വെച്ച് 1539 ജൂൺ 26-ന് ഹുമയൂണും ഷോർഷായും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെയാണ് the fought between the Chausa, the battle between the Humayun and Shershah Suri. So the correct answer is to option D, the Humayun and Shershah Suri. ഞാൻ പറഞ്ഞ ഓറുകളെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. തറയിൽ യുദ്ധങ്ങൾ, ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്സ്, അതുപോലെ തന്നെ കണ്വ യുദ്ധങ്ങൾ, തളിക്കോട്ട വാറുകൾ, ഇവയെല്ലാം ഇങ്ങനെ ഒരുപാട് വാറുകൾ ഉണ്ട്. നമ്മൾ മുഗൾ എംപയറുമായിട്ടും അതുപോലെ തന്നെ വിജയനഗര ബാമിനി എംപയറുമായിട്ടും ഒക്കെ തന്നെ ബന്ധപ്പെടുത്തി. ഈ ഭാഗങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്നതിലും അപ്പുറമായിട്ട് നിങ്ങൾ എങ്ങനെ ക്രാക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സെറ്റ് ഹിസ്റ്ററി നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ വളരെ പ്രാധാന്യമാണ് കുട്ടികൾ. ഇതെല്ലാം തന്നെ 2022-ലും 2023-ലും ഒക്കെ ചോദിച്ചിരിക്കുന്ന നിരവധി ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഈ ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷന് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ കഴിയാം. ഓക്കെ, താങ്ക് യു.